പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷപ്പെടുവാനത്രേ. ഇന്ന് നമ്മുടെ ഹൃദയത്തെ ആശ്വാസം കൊണ്ട് നിറയ്ക്കുന്ന ഒരു മഹത്തായ സത്യം ഈ വചനത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് വിധിയുമായല്ല, ശിക്ഷയുമായല്ല, ഭീതിയുമായല്ല, പിന്നെയോ രക്ഷയുമായിട്ടത്രേ. ലോകം പാപത്തിൽ വീണ് കിടക്കുമ്പോൾ, മനുഷ്യൻ സ്വന്തം പാപഭാരത്തിൽ അടിഞ്ഞുകൂടിയപ്പോൾ ദൈവം ആകാശത്തിൽ നിന്ന് ശിക്ഷയുടെ വാളുമായല്ല ഇറങ്ങി വന്നത്, അവൻ രക്ഷയുടെ ക്രൂശുമായിട്ടത്രേ വന്നത്. ഈ വചനം നമ്മോട് വ്യക്തമായി പറയുന്നു, ദൈവത്തിന്റെ മനസ്സിൽ ആദ്യമുണ്ടായത് വിധിയുമല്ല, ശിക്ഷയുമല്ല, രക്ഷയാണ് ഉണ്ടായിരുന്നത്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നമ്മുടെ കുറ്റം ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയല്ല, നമ്മുടെ കുറ്റം തന്നിൽ ഏറ്റെടുക്കുവാൻ വേണ്ടിയാണ്. ക്രൂശിന്റെ വചനം ഇത് തന്നെയാണ് വിളിച്ചു പറയുന്നത്. നീ കുറ്റക്കാരനാണ്, എങ്കിലും നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല. നീ വീണവനാണ്, എങ്കിലും നീ നഷ്ടപ്പെട്ടവനല്ല. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷ ഒരു സിദ്ധാന്തമല്ല, അത് ജീവൻ നൽകുന്ന അനുഭവമാണ്. അത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അത് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള വലിയ മാറ്റമാണ്. ഇന്ന് ഈ വചനം നമ്മെ വിളിക്കുന്നത് ഇതിലേക്കാണ്. വിധിയെ പേടിപ്പാനല്ല, രക്ഷയെ സ്വീകരിക്കുവാനാണ്. ക്രിസ്തു ഇന്നും കൈകൾ നീട്ടി നിൽക്കുന്നു, നമ്മെ അവന്റെ മാർവിടത്തിലേക്ക് ചേർക്കുവാൻ, അവന്റെ രക്ഷയുടെ അവകാശികളാകുവാൻ. ദൈവം തന്റെ പുത്രനെ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, നിന്നെയും എന്നെയും രക്ഷിക്കുവാനാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മൾക്ക് ഏറ്റുപറയാം, കർത്താവേ, അങ്ങയുടെ രക്ഷ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ വലിയ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വലിയ ദൈവിക ദൂതനായി സ്തോത്രം ചെയ്യുന്നു. യേശുവേ, നിന്റെ കൃപ കൊണ്ട് രക്ഷിക്കപ്പെട്ട ഞങ്ങൾ ഇന്ന് വീണ്ടും നിനക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതം നിന്റെ മുമ്പിൽ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ മഹത്വം വീണ്ടും വെളിപ്പെടുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുവേ, നിന്റെ ഇഷ്ടത്തിൽ ഞങ്ങളെ നടത്തി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.